കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയത് വലിയ ചർച്ചയായിരുന്നു. സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്ന് തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ രൂക്ഷ വിമർശനവും പരിഹാസവും നാനാഭാഗത്തു നിന്നും പൊന്തിവന്നു. ഒപ്പം കടുത്ത പരിഹാസവുമായി കെ ശൈലജയും എം.ബി. രാജേഷും എം മണിയും ഉൾപ്പെടെയുള്ള CPM നേതാക്കളും എത്തിയിരുന്നു. കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി വന്ന സാഹചര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. DGPക്ക് ലഭിച്ച പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കേരള കോൺഗ്രസ് നേതാവ് AH ഹാഫിസ് ആണ് DGPക്ക് പരാതി നൽകിയത്. കമ്മീഷണർ കണ്ടോൺമെന്റ് പരാതി ACPക്ക് കൈമാറിയിരുന്നു. മ്യൂസിയം പോലീസായിരുന്നു കേസ് അന്വേഷിച്ചു വന്നത്. എന്നാൽ കൂടോത്ര വിവാദം ഇപ്പോൾ യാതൊരു തെളിവുമില്ലാതെ അവസാനിക്കുമെന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസിന് മുന്നിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ ആശങ്ക, ഏത് വകുപ്പ് ചാർജ് ചെയ്യും എന്നതായിരുന്നു. കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ കൂടോത്രം വെച്ചതിന് ചാർജ് ചെയ്യേണ്ട വകുപ്പ് ഏത്, അല്ലെങ്കിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിൽ അല്ലെങ്കിൽ എന്ന വകുപ്പ് പ്രകാരം കേസ് എടുക്കണമോ എന്നതായിരുന്നു പോലീസിന് മുന്നിലെ കടമ്പ. ഇപ്പോഴിതാ കോൺഗ്രസ് ആസ്ഥാനത്തും KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിലും കൂടോത്രം കണ്ടെത്തിയതിൽ തെളിവില്ലാതെ കേസെടുക്കാനാവില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സുധാകരൻ പരാതി നൽകിയാൽ മാത്രമേ തുടർന്ന് അന്വേഷണം നടത്തുകയുള്ളൂ. അതിനാൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് മ്യൂസിയം പോലീസ്. കെ സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ KPCC ഓഫീസിൽ അദ്ദേഹത്തിന്റെ മേശയ്ക്കടിയിലും പേട്ടയിലെ വീട്ടിലും കൂടോത്രം വെച്ചിട്ടുണ്ടെന്നായിരുന്നു ആരോപണം. ഇതിനെതിരെ ഒരു പൊതുപ്രവർത്തകനാണ് പരാതി നൽകിയത്. പരാതിക്കാരന്റെയും KPCC ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് TV-യിൽ കണ്ടുള്ള വിവരം മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ എന്നതായിരുന്നു പരാതിക്കാരന്റെ മൊഴി. കൂടോത്രത്തെക്കുറിച്ച് അറിയില്ലെന്നും അങ്ങനെയൊന്നും ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും KPCC ജീവനക്കാരും മൊഴി നൽകിയിരുന്നു. കൂടോത്ര വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കെ സുധാകരൻ പരാതി ഇല്ല എന്നതായിരുന്നു മറുപടിയായി പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ കെ സുധാകരന് പരാതി ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിച്ച് പോലീസ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ അതേസമയം തന്നെ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തുന്ന 1.5 വർഷം മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ജീവൻ പോകാത്തത് ഭാഗ്യമെന്ന് കെ സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കേൾക്കാം. വീഡിയോ ചർച്ചയായതോടെയാണ് കൂടോത്രം ഇപ്പോൾ കണ്ടെടുത്തതല്ലെന്നും കുറച്ചുകാലം മുൻപുള്ളതാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കിയത്. തന്നെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നും കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ കൂടോത്രം കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത പരിഹാസവും വിമർശനവും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല, പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവൂ എന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി വിമർശനം ഉന്നയിച്ചിരുന്നു. കൂടോത്രം ചെയ്യുന്നവർ ജീവിക്കുന്നത് 2024-ലാണെന്നും ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് നമ്മുടേത് എന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു എന്നുമാണ് അബിൻ വർക്കി വിമർശിച്ചത്. കൂടോത്രം വയ്ക്കാൻ എടുക്കുന്ന പണിയുടെ പകുതി പണി പാർട്ടിയിൽ എടുത്താൽ നല്ല നേതാവാകാമെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം. കൂട്ടത്തിൽ ട്രോളുമായി CPM നേതാക്കളും നവമാധ്യമങ്ങളിൽ സജീവമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും കോൺഗ്രസിനെ ഏറ്റവും നന്നായി പരിഹസിക്കാനും ട്രോളാനും പറ്റിയ അവസരം CPM പാഴാക്കി കളഞ്ഞില്ല. നേരത്തെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ദുർമന്ത്രവാദത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ KPCC ജനറൽ സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയ ആരോപിച്ചിരുന്നതാണ്. KPCC അധ്യക്ഷൻ സുധാകരനെയും ഉണ്ണിത്താൻ വലയിലാക്കിയെന്നും ബാലകൃഷ്ണ പെരിയ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്താണ് ബാലകൃഷ്ണ പെരിയ ആരോപണവുമായി രംഗത്ത് വന്നത്. അതേസമയം ഈ സംഭവത്തിൽ കോൺഗ്രസിലെ തന്നെ വ്യക്തിയെയായിരുന്നു സംശയിച്ചിരുന്നത്. KPCC ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെ പല നേതാക്കളും സംശയിക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്.